നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ പരോ വ്യക്താദണ്ഡമവ്യക്തസംഭവം അണ്ഡസ്യാന്തസ്ത്വിമേ ലോകാഃ സപ്തദ്വീപാശ്ച മേദിനീ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത മൂന്നാമത്തെ കർമ്മയോഗം എന്ന അധ്യായത്തിൽ ആദ്യത്തെ 9 ശ്ലോകങ്ങളാണ് ഇന്നലെ സായാഹ്നത്തിൽ നാം ശ്രവണം ചെയ്തത്. അർജുനൻ്റെ സംശയം ജ്ഞാനമാണോ ശ്രേയസ് അഥവാ കർമ്മമാണോ എന്നതാണ്. രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ ജ്ഞാനത്തെ അത്യന്തം ഉത്കൃഷ്ടമായിട്ട് സ്തുതിക്കുമ്പോൾ സ്വാഭാവികമായി അർജുനൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയമായിരുന്നു, പിന്നെ എന്തിനാണ് എന്നെ കർമ്മത്തിൽ നിയോഗിക്കുന്നത് എന്ന്. അങ്ങനെ കർമ്മത്തിൽ നിയോഗിക്കുന്ന വചനങ്ങൾ ആവർത്തിച്ച് പറയുകയും ജ്ഞാനമാണ് സ്തുത്യമായിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വ്യാമിശ്ര വചനമാണ്. അത് കൂട്ടിക്കുഴച്ച് പറഞ്ഞതുപോലെ അവ്യക്തമായി പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് അതിന് സ്പഷ്ടത വേണമെന്ന് ചോദിച്ചു. അതിനുത്തരമായി ഭഗവാൻ പറഞ്ഞു, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ. അല്ലയോ അർജുന, ഈ കർമ്മഭൂമിയായ ഈ മനുഷ്യജന്മത്തിൽ 2 തരം ജീവിത രീതി അനുഷ്ഠിക്കാൻ സാധിക്കും. ഒന്ന് കർമ്മയോഗമായിരിക്കുന്ന പ്രവൃത്തി മാർഗവും മറ്റൊന്ന് സന്യാസമായിരിക്കുന്ന നിവൃത്തി മാർഗവും. അതിനെയാണ് ഇവിടെ സാഖ്യയോഗം എന്ന് പറഞ്ഞത്. എന്നാൽ ഈ 2 മാർഗങ്ങളും അനുഷ്ഠിക്കുന്നത് 2 തരം അധികാരികളാണ്, 2 തരം വ്യക്തികളാണ്. അപ്പോൾ ആരാണോ കർമ്മയോഗം അനുഷ്ഠിക്കാൻ യോഗ്യനായിരിക്കുന്നത് അയാൾ കർമ്മയോഗം അനുഷ്ഠിച്ച് അതിലൂടെ വേണം ജ്ഞാനയോഗത്തിലെത്താൻ, പിന്നെ ക്രമേണ മോക്ഷത്തെ പ്രാപിക്കാൻ. അപ്പോൾ ആ നിലയ്ക്ക് കർമ്മയോഗം ക്രമാൽ മോക്ഷസാധനമാണെന്ന് പറയാം. ജ്ഞാനയോഗം സാക്ഷാൽ മോക്ഷസാധനം. ഡയറക്റ്റ് കോസ് ഇൻഡയറക്റ്റ് കോസ് എന്നുള്ള ആ ഒരു വ്യത്യാസത്തിൽ അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ തുടർന്ന് പറയണം. അപ്പോൾ അർജുനന് പറഞ്ഞു കൊടുത്ത ആ കർമ്മമാർഗം ശ്രേയസ്സിന് സാധന തന്നെയാണ്, ശ്രേയസ്സിൻ്റെ തന്നെ സാധനയാണ്
എന്ന് വ്യക്തമാക്കാനായിട്ട് ചില യുക്തികൾ, ചില ശാസ്ത്ര പ്രമാണങ്ങൾ അതൊക്കെ ഭഗവാൻ ഇവിടെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലേക്കാണ് നമ്മളൊന്ന് ചിന്തിക്കുക. കർമ്മത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിൽ ബന്ധനം അല്ലെങ്കിൽ ദോഷമായിട്ടുള്ളൊരു ഫലമുണ്ട്. സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത എന്ന് ഭഗവാൻ തന്നെ സ്വയം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരംഭം എന്ന് പറയുന്നത് തുടക്കം അല്ലെങ്കിൽ പ്രവൃത്തി എന്നർത്ഥം, കർമ്മം എന്നർത്ഥം. അങ്ങനെയുള്ള ഏത് കർമ്മം ചെയ്താലും, ഏത് പുണ്യം ചെയ്താലും, വലിയ വലിയ പുണ്യകർമ്മങ്ങളുണ്ട്, അശ്വമേധയാഗം പോലുള്ള പുണ്യകർമ്മങ്ങൾ. അങ്ങനെ ഏത് ചെയ്താലും അതിലൊക്കെ ഒരു ഭാഗം ധൂമം പോലെ, അതായത് തീ കത്തുമ്പോൾ പുക എന്ന പോലെ ഒരു ഭാഗം പാപത്തിൻ്റെ അംശമായിട്ടുണ്ടാകും, ദോഷയുക്തമായിരിക്കും. അപ്പം അത് കർമ്മത്തിൻ്റെ സ്വഭാവമാണ്. അതിനർത്ഥം പൂർണ്ണമായിട്ടും പുണ്യമായിട്ടും സത്കർമ്മമായിട്ടും ഒന്നിനെയും കർമ്മത്തിൻ്റെ രീതിയിൽ പറയാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാം. അത് ഈ മനുഷ്യലോകത്തിലെ കർമ്മത്തിൻ്റെ പ്രത്യേകത അത്രേ. അങ്ങനെ ഉള്ള ആ കർമ്മത്തെ എങ്ങനെ മാറ്റാൻ കഴിയും, ആ കർമ്മത്തിൻ്റെ ദോഷം എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും? ദോഷദൂരീകരണത്തിന് കർമ്മം തന്നെ സാധനയാകുകയാണെങ്കിൽ, കർമ്മത്തിലൂടെ തന്നെ ദൂരീകരണം സാധ്യമാവുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അതിന് ഹേതു എന്താണ്? ന കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ അകർമ്മകൃത്ത് കാര്യദേഹ്യവശകർമ്മ സർവ പ്രകൃതിജൈ ഗുണൈ. കാരണം കർമ്മം ചെയ്യാതെ ആർക്കും നിലകൊള്ളാൻ സാധിക്കില്ല. ശരീരയാത്രാപിച്ചത്, ജീവനം പോലും ജീവിക്കണമെങ്കിൽ കർമ്മം ചെയ്യണമല്ലോ. അത് ദോഷയുക്തമായാൽ പിന്നെ എങ്ങനെ ജീവിക്കും? അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ നിവാരണം ചെയ്യാനുള്ള വളരെ സരളമായ, സിമ്പിളായിട്ടുള്ള ഒരു ഉപായമുണ്ട്. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സൂചിപ്പിച്ചത്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഭഗവത് സമർപ്പണത്തോടുകൂടി കർമ്മം ചെയ്താൽ ആ കർമ്മ ഫലം അല്ലെങ്കിൽ ആ കർമ്മത്തിൽ വരുന്ന ദോഷം കർത്താവിനെ ബാധിക്കില്ല. കർമ്മത്തിൻ്റെ ഒരു വിശേഷാൽ ശുദ്ധീകരണം സംഭവിക്കുന്നു. നേരത്തെ പറഞ്ഞു, ഏത് കർമ്മത്തിലും അഗ്നിയിലെ പുകയെന്ന പോലെ ഒരു ദോഷമുണ്ട് എന്ന്. ആ ദോഷവും ഇവിടെ നിരാകരിക്കപ്പെടുന്നു. കാരണം ഭഗവത് സമർപ്പണത്തോടുകൂടി സർവശക്തനായ, സർവ ആത്മാവായ, പരമ്പൊരുളായ ആ പരമാത്മാവിൽ, സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിൽ എല്ലാം അർപ്പിച്ച് പരമാത്മശക്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിൽ കൽപ്പിച്ചുറപ്പിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി പിന്നെ തിരിച്ചു ബന്ധനത്തിന് കാരണമാകില്ല. അത് മാത്രമേ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തമാകാനുള്ള ഉപായമുള്ളൂ. അതാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അവിടെ ഭഗവത് ശബ്ദത്തിന് പകരം യജ്ഞശബ്ദം പ്രയോഗിച്ചു. കാരണം യജ്ഞശബ്ദം വേദത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഭഗവാന്റെ ഒരു നാമവും യജ്ഞം എന്നൊരു നാമം, ഭഗവാന്റെ നാമവും ഉള്ളതുകൊണ്ട് ആ പ്രമാണമനുസരിച്ച് യജ്ഞശബ്ദത്തിന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനെ തുടർന്ന് പറയുകയാണ്. അപ്പോൾ യജ്ഞവും കർമ്മവും കർമ്മഫലവും കർത്താവും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്താണ്? ഇതെങ്ങനെയാണ് ഇവർ ഒരുമിച്ചത്? എന്തുകൊണ്ട് കർമ്മമില്ലാത്ത ഒരു ജന്മമില്ല? അല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ എന്തിന് കർമ്മം വന്നു? എങ്ങനെ കർമ്മം വന്നു? ഈ കർമ്മത്തെ ആരെ സൃഷ്ടിച്ചു?
അതിന് ഒരു പൗരാണിക ഇതിഹാസം പറഞ്ഞ് ചേർക്കുകയാണ്, അതിനൊരു കഥ പറഞ്ഞ് ചേർക്കുകയാണ്. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരാവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്ത്വിഷ്ടകാമധുക്. സൃഷ്ടിയുടെ ആദികാലത്തിലേക്ക് പോകാം. സൃഷ്ടിയുടെ ആദികാലം, ഈ കർമ്മവും കർമ്മബന്ധനവും കർത്താവും ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് സൃഷ്ടിയുണ്ടാക്കിയ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരോവാച പ്രജാപതി ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആദികാലത്ത് പ്രജകളെയെല്ലാം സൃഷ്ടിച്ചിട്ട്, പ്രജകളെന്ന് പറയുമ്പോൾ ജീവജാലങ്ങളെന്നർത്ഥം, ജനിക്കുന്നതിനെയൊക്കെ പ്രജയെന്ന് പറയും. നമുക്ക് സന്താനങ്ങളെയും പുത്രിമാരെയൊക്കെ പ്രജ എന്ന് പറയാം. പ്രജായത്തെ ഇതി പ്രജ, ജനിക്കുന്നവരൊക്കെ പ്രജയാണെന്ന്. അങ്ങനെ പ്രജകളെയെല്ലാം സൃഷ്ടിച്ചിട്ട് ആ പ്രജകളോടൊപ്പം തന്നെ സഹയജ്ഞാഃ, യജ്ഞങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ്. യജ്ഞേന സഹിതം. അപ്പം യജ്ഞം ഇവിടെ കർമ്മത്തിൻ്റെ ഉപലക്ഷണമാണ്. കർമ്മത്തെയും സൃഷ്ടിയോടൊപ്പം തന്നെ സൃഷ്ടിച്ചു. അങ്ങനെ കർമ്മത്തെ സൃഷ്ടിക്കാതിരുന്നുവെങ്കിൽ നമ്മളിവിടെ ജനിച്ചതിന് ശേഷം കർമ്മം ചെയ്യാതിരിക്കുമായിരുന്നു, കർമ്മം ചെയ്യാണ്ടിരിക്കാമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാമായിരുന്നു. പക്ഷെ സ്ഥിതി അങ്ങനെയല്ല. ജനിച്ച് കൈകാലുകൾ ചലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ വരുന്നു. പിന്നെ ബോധമുണ്ടാകുന്ന പ്രായമെത്തുമ്പോഴേക്കും, വിവേകമുണ്ടാകുന്ന പ്രായമെത്തുമ്പോഴേക്കും ആ കർമ്മ നിയമങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നു. പിന്നെ അതിങ്ങനെ നിയമങ്ങളിൽ ബദ്ധരായിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം സൃഷ്ടിയുടെ ആദിയിൽ തന്നെ, സൃഷ്ടി നടത്തിയപ്പോൾ തന്നെ സഹയജ്ഞാഃ പ്രജാഃ സൃഷ്ട്വാ പുരാ ഉവാച. ആ ആദികാലത്ത് അങ്ങനെ പ്രജകളെയെല്ലാം സൃഷ്ടിച്ചിട്ട് പ്രജാപതി ഇങ്ങനെ പറഞ്ഞു എന്നാ പറയാം. എന്താ പറഞ്ഞേ? അനേന പ്രസവിഷ്യധ്വം ഏഷവോ ഇഷ്ടകാമധുക്. ഈ കർമ്മം കൊണ്ട്, അല്ലയോ പ്രജകളെ, പ്രജകളെ സംബോധന ചെയ്ത് പറയുകയാണ് പ്രജാപതി, ഡയറക്റ്റ് സ്പീച്ചാണ്. അല്ലയോ പ്രജകളെ, നിങ്ങൾ അതത് ശരീരത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂലോകത്ത് പോയി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുവിൻ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ കർമ്മം കൊണ്ട് ഇഷ്ടകാമധുക്, ഈ കർമ്മം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സിദ്ധിപ്പിച്ചു തരും. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ കർമ്മം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കും. നമുക്ക് കാണാം, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് കർമ്മം ചെയ്യും, ആ കർമ്മത്തിനനുസരിച്ച് നമുക്ക് ഫലം വരും. ഇതിങ്ങനെയാണോ? അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിത് അനുഷ്ഠിക്കുന്നത്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലമേ വരുന്നില്ല എങ്കിൽ പിന്നെ ആര് കർമ്മം ചെയ്യും? അപ്പോൾ കർമ്മം ചെയ്താൽ അതിന് കാലാനുസൃതമായിട്ട്, സമയാനുസൃതമായിട്ട് ഫലമുണ്ടാകുമെന്നുള്ള ഉറപ്പുണ്ട്. അത് നിയമമാണ്. എങ്ങനെ കർമ്മം ചെയ്യുന്നു ആ കർമ്മത്തിനനുസരിച്ച് ഫലമുണ്ടാകുന്നതാണ്. അപ്പോൾ അനേന, ഈ പറഞ്ഞ കർമ്മം കൊണ്ട് പ്രസവിഷ്യധ്വം, ഉത്പന്നമാക്കൂ. നിങ്ങളെല്ലാവരും കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടഫലങ്ങളെ ഉത്പാദിപ്പിക്കൂ എന്ന് പ്രജാപതി ഉപദേശിച്ചു, അങ്ങനെ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശമനുസരിച്ചാണ് ഇന്നും ഈ കർമ്മവും കർമ്മഫലവും കർത്താവും ഒക്കെ ബന്ധിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നിയമം തുടർന്ന് തന്നെ പോകുന്നു. എന്താണ് കർമ്മം ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമായിട്ട് പറയുന്നു, ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഇവിടെയാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ ആ ഒരു മഹത്തായ നിയമം നിൽക്കുന്നത്. ഹിന്ദു ധർമ്മത്തിൽ ഏത് കർമ്മം നാം അനുഷ്ഠിക്കുമ്പോഴും അത് ഉത്കൃഷ്ടങ്ങളായ കർമ്മങ്ങളായിക്കൊള്ളട്ടെ,
ദൈവീകങ്ങളായ കർമ്മങ്ങളായിക്കൊള്ളട്ടെ, ലൗകികങ്ങളായ കർമ്മങ്ങളാകട്ടെ, സാധാരണ എല്ലാവരും ചെയ്യുന്ന ശൗചാദി കർമ്മങ്ങളാകട്ടെ, ഏത് കർമ്മമായാലും അത് ഈശ്വരാർപ്പണമായിട്ട് അതിലൊരു ഭക്തിഭാവം കൊണ്ടുവന്ന് അനുഷ്ഠിക്കുക എന്നുള്ള രീതി നമ്മുടെ ഹിന്ദുധർമ്മത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ നിത്യ നിയമങ്ങളിലൊക്കെ, ഇപ്പോൾ നമ്മൾ സ്നാനാദി നിയമങ്ങളിലൊക്കെ മന്ത്രങ്ങളും അങ്ങനെയുള്ള ഒരു ഭാവം, ശ്രദ്ധ, ഭക്തിയൊക്കെ അതിൻ്റെ അകത്തു തന്നെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സ്നാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറുതെ ബാത്റൂമിൽ പോയിട്ട് സ്നാനം ചെയ്യാം, സോപ്പൊക്കെ തേച്ച് കുളിക്കാം. പക്ഷെ അങ്ങനെ കുളിക്കുന്നതും അത് ഒരു അമ്പലത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പവിത്രീകരണത്തിന് വേണ്ടി സ്നാനം ചെയ്യുന്നതും ആയിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ സ്നാനം ചെയ്യുമ്പോഴൊക്കെ ഈ സ്നാനം ഞാനൊരു സത്കർമ്മത്തിന് വേണ്ടി ചെയ്യുകയാണ്. ഇപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പാണ് സ്നാനം ചെയ്താലും അതും സത്കർമ്മമാണ്. കാരണം ഓഫീസിൽ പോയാൽ മാത്രമേ ആ നിത്യകർമ്മത്തിൽ നമുക്ക് നമ്മുടെ ജീവിതമൊക്കെ നടന്നു പോവുള്ളൂ. അതിന് പൈസ ഉണ്ടാക്കാനും ഒക്കെ അതിന് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും നമ്മുടെ സാധനയുടെ ഭാഗമാണ്. അങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ സമർപ്പണമുണ്ട്. എന്താണ് ആ സമർപ്പണം? ദേവാൻ ഭാവയത അനേന ദേവാൻ ഭാവയത. ദേവന്മാരെ ഈ കർമ്മങ്ങൾ കൊണ്ട്, യജ്ഞാദി കർമ്മങ്ങൾ കൊണ്ട്, യജ്ഞാദി കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സമർപ്പണം ചെയ്യുന്ന കർമ്മം, യജ്ഞമെന്ന് പറഞ്ഞാൽ സമർപ്പണം എന്ന് മാത്രമാണ് അർത്ഥം. ദേവതാ ഉദ്ദേശ്യേന ഹവിസ്ത്യാഗ എന്നാണ് യാഗശബ്ദത്തിന് ഒരു ഡെഫിനിഷൻ ശാസ്ത്രത്തിൽ പറയുന്നത്. ദേവതാ ഉദ്ദേശ്യേന ഹവിസ്ത്യാഗ. ദേവതയെ, ഒരു ദേവനെ ഉദ്ദേശിച്ച്, ഒരു ദേവനെയോ ദേവിയെ ഉദ്ദേശിച്ച് ആ ദേവന ദേവിക്ക് വേണ്ടി സമർപ്പണമായി നമ്മൾ എന്ത് സമർപ്പിക്കുന്നുവോ അതിനെ യാഗം എന്ന് പറയും. അതിൻ്റെ ഒരു സാമാന്യ സംജ്ഞയാണ് യജ്ഞമെന്നത്. അപ്പോൾ ദേവാൻ ഭാവയത, ദേവന്മാരെ അങ്ങനെ തൃപ്തിപ്പെടുത്തു, ഭാവന കൊണ്ട് തൃപ്തിപ്പെടുത്തു, ശ്രദ്ധയോടുകൂടി ദേവന്മാരെ തൃപ്തിപ്പെടുത്തു. അപ്പോൾ അങ്ങനെ തൃപ്തിപ്പെടുത്തുമ്പോൾ എന്ത് കിട്ടും? തേ ദേവാ ഭാവയന്തുവഹ, ആ ദേവന്മാർ നിങ്ങളെയും തൃപ്തിപ്പെടുത്തും. ഇങ്ങനെയാണ് ഒരു പരസ്പര സംബന്ധം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ദേവന്മാർക്ക് നമ്മൾ സമർപ്പണം ചെയ്യുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഫലമായി ദേവന്മാർ നമ്മളെയും തൃപ്തിപ്പെടുത്തും, നമുക്ക് വേണ്ട ഫലം പ്രദാനം ചെയ്യും. ഇതൊരു സിമ്പിൾ നിയമമാണ്. ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന നിയമം, കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ ദേവാലയത്തിലൊക്കെ വെറുതെ പോയിട്ട് നമ്മൾ തൊഴുതു വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊഴുത് പുറത്ത് വരുമ്പോഴേക്കും വെറും കൈയോടി വരുകൊണ്ട് വരിക. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ, അതുപോലെ സ്വാമിമാരെ കാണാൻ പോകുമ്പോൾ, അതുകൂടെ പറയണമല്ലോ, സ്വാമിമാരെ കാണാൻ പോകുമ്പോൾ, അതുപോലെ രോഗികളെ കാണാൻ പോകുമ്പോൾ, കൊച്ചു കുട്ടികളെ കാണാൻ പോകുമ്പോൾ, അങ്ങനെ വളരെ ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ, അപ്പോഴൊക്കെ വെറും കൈയോടെ പോകാൻ പാടില്ല എന്നാണ്. എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയും. അത് ദക്ഷിണ തന്നെ കൊണ്ടുപോകണമെന്നില്ല, എന്തെങ്കിലും ഫലമാകാം, പത്രമാകാം, ഫലം, പത്രം, പുഷ്പം, തോയം എന്തെങ്കിലും കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി അത് സമർപ്പിച്ചിട്ട് നമ്മൾ അവരെ കാണുക, സമ്പാദിക്കുക. അപ്പോഴാണ് അവിടുന്ന് കിട്ടേണ്ട ഒരു അനുഗ്രഹമോ ആശീർവാദമോ അല്ലെങ്കിൽ ഒരു ഭാവം നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പലരും അങ്ങനെ അനുഷ്ഠിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം എന്നൊരു ഭാവനയുണ്ട്. പ്രത്യേകിച്ച് അമ്പലത്തിലൊക്കെ ഈ ദേവനെ കാണാൻ പോകുമ്പോൾ, ദേവദർശനത്തിന് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെന്നാണ്. ഈ സമർപ്പണം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിൻ്റെ ഫലമായി വരും. അപ്പോൾ ഇവിടെ ഒന്ന് അറിയേണ്ടത്, നമ്മളിപ്പോൾ ദേവാലയങ്ങളിൽ, അമ്പലങ്ങളിൽ പോയിട്ടാണ് ഇതൊക്കെ സമർപ്പിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ദേവന്മാരുടെ ഒരു രൂപം നോക്കിക്കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തൊട്ട്, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, ഇതൊക്കെ ദേവന്മാർ തന്നെയാണ്. ഇതൊക്കെ ഓരോ ഭാവത്തിലും ദേവന്മാരാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മളൊരു വസ്തു എടുക്കുകയാണെങ്കിൽ അത് പുനഃസമർപ്പിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ ജലം നമ്മൾ സ്വീകരിക്കുമ്പോൾ ജലവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതായത് ജലം എടുത്ത് ജലത്തിൽ തന്നെ തർപ്പണം ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. അതാണ് ഒരു ഭാവം. ഇങ്ങനെ ദേവന്മാരെ പഞ്ചഭൂതങ്ങളുടെ രൂപത്തിൽ, അത് ഏറ്റവും
പുരാതനമായ അല്ലെങ്കിൽ വൈദിക ധർമ്മം അനുസരിച്ചിട്ടുള്ള ഭാവത്തിൽ ദേവാലയങ്ങളെക്കാളും അവിടെ പഞ്ചഭൂതങ്ങളെയാണ് ദേവന്മാരായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപകാരം നമുക്കറിയാം. സൂര്യനിലും ചന്ദ്രനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഉപകാരം നമുക്ക് വ്യക്തമായി അറിയാം. അതുപോലെ ഈ ചരാചരങ്ങളിലെ വൃക്ഷലതാദികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഉപകാരവും നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇതൊക്കെ നമുക്ക് ഉപകരിക്കുന്നുവെങ്കിൽ നമ്മളും അതുപോലെ തിരിച്ച് സമർപ്പിക്കണം. എന്താണ് അതിൻ്റെ നിയമം? കൊടുക്കൽ വാങ്ങൽ എന്നുള്ളത് തന്നെയാണ് നിയമം. സാമാന്യ നിയമമാണ്. ഈ നിയമം സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തെങ്കിലും അങ്ങോട്ട് സമർപ്പിച്ചാലേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളൊരർത്ഥത്തിൽ. അതുകൊണ്ട് ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഹ, ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വച്ചു. അങ്ങനെ പരസ്പരം ഭാവയന്തഹ, അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് ദേവന്മാർക്ക് ഹവിസ് സമർപ്പിക്കുന്നു. അത് ദേവന്മാർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നതാണ്. അത് അവർക്ക് വേണം, അവരുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. അവർ ഭക്ഷിക്കുമോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. നദ്ദേവാസ് നന്ദിന പിബന്തി ഏതദേവ അമൃതം ദൃഷ്ട്വാ തൃപ്യന്തി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ദേവന്മാർ കഴിക്കുകയും കുടിക്കുകയും ഇല്ല. ദേവാഹ നശ്നന്തി ന പിബന്തി ഏതദേവ അമൃതം ദൃഷ്ട്വാ തൃപ്യന്തി. അവർ കണ്ട് തന്നെ തൃപ്തിയാവുന്നതാണ്, കാഴ്ച കൊണ്ട് തന്നെ തൃപ്തിയാകും. നമ്മൾ ഭക്ഷണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ട് തൃപ്തിയാകില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ അത് ചവച്ചരച്ച് കഴിക്കണമല്ലോ, എന്നാലും നമുക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. പക്ഷെ ദേവന്മാർക്ക് അത് കണ്ടാൽ തന്നെ തൃപ്തിയാകും. അതുകൊണ്ടാണ് ഈ നൈവേദ്യം കൊണ്ട് ഭഗവാന്റെ മുന്നിൽ വയ്ക്കുകയേ ഉള്ളൂ. ഭഗവാൻ ഭക്ഷിക്കുന്നില്ലല്ലോ, കാണുകയുള്ളൂ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അവിടെ ആവാഹനമൊക്കെ ചെയ്ത് അങ്ങനെ നൈവേദ്യം സമർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി പഞ്ചപ്രാണാഹുതി, പ്രാണായ സ്വാഹ പാനായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് പഞ്ചപ്രാണാഹുതിയൊക്കെ ചെയ്ത് നിവേദ്യത്തിൻ്റെ വിധികളൊക്കെ ചെയ്യുന്നു. പക്ഷേ ആ നിവേദ്യ വിധി ചെയ്യുമ്പോൾ എന്ത് തന്നെ അവിടെ സമർപ്പിച്ചാലും അമൃതം മഹാനൈവേദ്യം നിവേദയാമി എന്ന് പറയാം. അതായത് ഇത് അമൃതാണ്, എന്താണോ ഞാൻ സമർപ്പിക്കുന്നത്, അത് പായസമാകാം, ചോറാകാം, പഴമാകാം, എന്തായാലും അത് അമൃതം മഹാനിവേദ്യം എന്നാണ്. അമൃതമാക്കിയിട്ടാണ് പറയുക. കാരണം അമൃതം മാത്രമേ ദേവന്മാർ ഭക്ഷിക്കൂ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അങ്ങനെ തന്നെയാണ് വൈദിക വിധിയിലുള്ളത്. അപ്പം ആ ഭാവന അവിടെ കൊണ്ടുവരുന്നു. വാസ്തവത്തിൽ അമൃതം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനെ രക്ഷിക്കുന്നതെല്ലാം അമൃതമാണ്. പച്ചവെള്ളത്തിന് അമൃതം എന്ന് പേരുണ്ട്. പച്ചവെള്ളത്തിൻ്റെ ഒരു പേര് അമൃതം എന്നാണ്. കാരണം പച്ചവെള്ളം, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം നമുക്ക് അമൃത് പോലെയാണ്, ജീവനദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ അമരകോശത്തിൽ നോക്കിയാൽ ജീവനം എന്ന പേര് വെള്ളത്തിനുണ്ട്. അപ്പോൾ അത് ജീവനാണ്, അമൃതാണ്. ഭക്ഷണം നമുക്ക് അമൃതാണ്. എല്ലാം ആ ഭക്ഷിക്കുന്നത് എന്ന അർത്ഥത്തിൽ അമൃതം എന്ന് പറയുന്നു. അങ്ങനെ ദേവന്മാർക്ക് അമൃത ഭക്ഷണം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി പരസ്പരം ആശ്രിത ഭാവത്തിൽ അങ്ങനെ ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇവിടെ റിലേഷൻ, നമ്മുടെ ഒരു ബന്ധനം എന്ന് പറയുന്നത് കോറിലേഷനാണ്. ദേവന്മാരും അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളും ദേവന്മാരുമായിട്ടുള്ള ബന്ധം നമുക്കും, നമ്മളിൽ നിന്ന് അവർക്കുള്ള ബന്ധവും, ഈ ബന്ധം സൃഷ്ടിയുടെ ആദിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ബന്ധത്തെ തിരിച്ചറിഞ്ഞ് അങ്ങനെ സമർപ്പിച്ചിട്ട് വേണം നാം ഭക്ഷിക്കാൻ എന്ന് നാം ചിന്തിക്കുമ്പോൾ, എന്ന് നാം ഭാവന ചെയ്യുമ്പോൾ അത് സാധനയായി മാറുകയാണ്. നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ അന്നവും, ഒരു അന്നത്തിൻ്റെ കണം പോലും നമുക്കുണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ ചോറായാലും ചോറിൻ്റെ ഒരു അരി പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് ഭൂമിയിൽ നിന്നുണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഭൂമിയുടെ സഹായം, ഭൂമിദേവിയുടെ സഹായം നമുക്ക് അന്നഭക്ഷണത്തിന് വേണം. അതില്ലെങ്കിൽ അന്നം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അന്നം ഡയറക്റ്റ് ഉണ്ടാക്കാനുള്ള യാതൊരു വഴിയും നമുക്കറിയില്ല. അപ്പോൾ എന്തൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നുവോ, വെള്ളവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അന്നവും വെള്ളവും ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. ഇത് രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ടല്ല കിട്ടുന്നത് വാസ്തവത്തിൽ. അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നതാണ് അബദ്ധം. അതാണ് ഇവിടെ മാറ്റാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഞാനാണിതെല്ലാം ചെയ്യുന്നത്, ഞാൻ ഭക്ഷിക്കുന്നവൻ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, ഞാൻ ഭക്ഷണം സമ്പാദിക്കുന്നവൻ, ഞാൻ ധനം സമ്പാദിക്കുന്നു, ഞാൻ ഭക്ഷണം സമ്പാദിക്കുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ ഒരു വാസ്തവമായ ഒരു സംഗതി, ഈ പരസ്പര ആശ്രിത സംഗതി മറന്നുപോകും നമ്മൾ. വാസ്തവത്തിൽ അങ്ങനെയല്ല, എല്ലാവരും ചേർന്നാണ് ഇത് സംഭവിക്കുന്നത്.
യപൃഥിവ്യാം തിഷ്ഠന്യം പൃഥിവീ ന വേദ യസ്യ പൃഥിവീ ശരീരം യം പൃഥിവീമന്തരോ യമേതി സദേ ആത്മാ അന്തര്യാമ്യമൃതഃ. ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഈ ഒരു റിലേഷനെ കുറിച്ച് പറയുന്ന, പരസ്പര റിലേഷനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറയുന്നത് ഈ പൃഥിവി, ഈ ഭൂമിക്കുള്ളിൽ ഒരു ദേവതയുണ്ട്. ആ ദേവതയാണ് ഈ ഭൂമിയെ ചലിപ്പിക്കുന്നത്. ആ ദേവതയാണ് നിങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചു തരുന്നത്. ആ ദേവത, ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് ആരുടെ കർമ്മഫലം കൊണ്ടാണ്? നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. ഭൂമി ജീവിക്കുന്നത് നമ്മുടെ കർമ്മഫലം കൊണ്ട്, നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ എന്ത് നോക്കാം, റിലേഷൻ നോക്കാം. കാരണം നമ്മുടെ എല്ലാം കർമ്മം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമി തന്നെ സൃഷ്ടിക്കപ്പെടില്ലായിരുന്നു. അങ്ങനെയാണ് ദ തിയറി ഓഫ് കർമ്മ പറയുന്നത്. കർമ്മ സിദ്ധാന്തം അങ്ങനെയാണ് പറയുക. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാനൊരു സൗകര്യം കിട്ടിയാൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കാനൊരു എന്താ പറയുക, ഒരു കസേര നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങളുടെ കർമ്മഫലമാണ്. പൈസയൊന്നും കൊടുത്തില്ല, നമ്മൾ ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ അത് ഫ്രീ ആയിട്ടല്ല, അത് എവിടെയോ ഒരു കർമ്മ ഫല സംബന്ധം അവിടെ ഉണ്ടെന്നാണ്. അപ്പം അങ്ങനെ ഒന്നും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല, നമ്മുടെ തന്നെ കർമ്മം കൊണ്ടാണ്. പക്ഷേ ആ കർമ്മം നാം കാണാത്തത് കൊണ്ട് നമുക്കത് ഫ്രീ ആണെന്ന് തോന്നും. അത് നല്ലത് വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ ദുഃഖം വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷേ ദുഃഖവും അങ്ങനെയാണ്. ദുഃഖവും ഫ്രീ ആയിട്ടല്ല വരുന്നത്, സുഖവും ഫ്രീ ആയിട്ടല്ല വരുന്നത്. രണ്ടും നമ്മുടെ തന്നെ കർമ്മഫലം കൊണ്ടാണ് വരുന്നത്. അപ്പം അതിനെ, ആ ബന്ധനത്തിൽ നിന്ന് മുക്തനാകണമെങ്കിൽ ഈ ഒരു ഭാവന, ഈ ഒരു റിയാലിറ്റി, ഈ ഒരു സത്യാവസ്ഥയെ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പരസ്പര ബന്ധം അവിടെ ഉണ്ട് എന്നാണ്. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഈ നിയമം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നത്. ഭഗവാൻ പറയുന്നത്, ഈ ഈശ്വരന്മാരൊക്കെ നമുക്ക് അനുഗ്രഹിച്ച് തരുന്ന സ്വാഹ എന്നിങ്ങനെ പറയും. അപ്പം ഇങ്ങനെ ഈ സ്വാഹാകാരം ചേർത്ത് മന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വേദത്തിൽ. അതനുസരിച്ച് കർമ്മങ്ങളും ഉണ്ട്. അങ്ങനെ വേദത്തിൽ ഹവിസ് എന്ന് പറയുന്നത് നമ്മൾ ഹോമത്തിൽ അർപ്പിക്കുന്ന ദ്രവ്യത്തെയാണ് ഹവിസ് എന്ന് പറയുക. ഹോമത്തിൽ അർപ്പിക്കുന്ന ആ ഹവിസ് ദ്രവ്യത്തിന് അർപ്പിക്കാൻ ആരുടെയൊക്കെ പേരിൽ അർപ്പിക്കാം എന്നതിന് 33 ദേവന്മാരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 33 ദേവന്മാരെയാണ്. ത്രയത്രിംശത്വേവ ദേവാഹ ത്രയത്രിംശത് ഹവിഷ്ഭുജഃ. ഇത് ഋഗ്വേദത്തിൽ തന്നെ മൂലമന്ത്രത്തിൽ തന്നെയുള്ളതാണ്. ത്രയത്രിംശത്ത് 33, സംസ്കൃതത്തിൽ ത്രയത്രിംശം എന്ന് പറഞ്ഞാൽ 33 ദേവന്മാർ. ഈ 33 ദേവന്മാരാണ് ഹവിസ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 33 ദേവന്മാരുടെ പേരിലാണ് സ്വാഹാ മന്ത്രം ഉള്ളത്. 34 ഇല്ല, 32 അല്ല, 33 അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 33 ദേവന്മാര് ബ്രഹ്മചാരികളല്ല, അവരെല്ലാവരും ഗൃഹസ്ഥരാണ്. സപത്നീകാസ്തു ദേവാഹ. ഈ 33 ദേവന്മാരും ഗൃഹസ്ഥരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യമാരും ഉണ്ടെന്നർത്ഥം. അപ്പോൾ 33 പ്ലസ് 33 ആയി. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് 33 എന്നാണ് പറയുക. കാരണം ഒരു ഭാര്യയും ഭർത്താവിനും ചേർത്ത് ഒന്നായിട്ടാണ് പറയുക. അപ്പോൾ അവരുടെ ദേവിമാരും ഉണ്ട്. പിന്നെ ഓരോ ദേവന്മാരുടെയും വിശേഷാൽ ശക്തികൾ, അതായത് അവരുടെ മാനിഫെസ്റ്റേഷൻ പവേഴ്സ് എത്ര രീതിയിൽ എങ്ങനെയൊക്കെ ദേവന്മാർക്ക് പ്രകടമാകാം. പല രീതിയിൽ അവർക്ക് പ്രകടമാകാം. ഒരു ദേവൻ തന്നെ പല രീതിയിൽ പ്രകടമാകും. അങ്ങനൊരു സങ്കല്പം. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ ആ പല രീതിയിൽ പ്രകടമാകുന്നത് ഓരോ ദേവനെയും സങ്കല്പിച്ച് 1 കോടി ആണ് പറയുന്നത്. അപ്പോൾ ഒരു ദേവന് 33 എന്ന് പറയുമ്പോൾ 33 കോടി. ഒരു ദേവന് 1 കോടി മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ 1 കോടി ഭാവത്തിൽ മാറാൻ പറ്റുമെന്ന് വയ്ക്കുക. അതിനെ നമ്മൾ വിഭൂതി എന്ന് പറയും. ടെക്നിക്കലി വിഭൂതി എന്ന് പറയും. വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ അപ്പിയറൻസ്, അതിനെയാണ് വിഭൂതി എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരു സങ്കല്പിച്ച്, വാസ്തവത്തിൽ അനിശ്ചിതമാണത്, പക്ഷേ ആ ഒരു പവറിന് 1 കോടി എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് പുരാണങ്ങളിൽ വന്ന് ആ 33 ദേവന്മാരെ 33 കോടിയായിട്ട് പത്മപുരാണത്തിലൊക്കെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് 33 കോടിയായത്. അപ്പോൾ ഈ 33 വരുന്ന ദേവന്മാരിൽ നമ്മൾ ഇന്ന് കാണുന്ന സങ്കല്പിക്കുന്ന എല്ലാ ദേവന്മാരും വന്നു കഴിഞ്ഞു.
ദേവിമാരും അതിൽ വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ 33-ൻ്റെ കണക്ക് പറയുന്നത്. അതിൽ തന്നെ ഭൂമിയും ചന്ദ്രനും സൂര്യനും നമ്മൾ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളുടെ തന്നെ വേറെ വേറെ മാനിഫെസ്റ്റേഷൻസ് അതൊക്കെ അതിൽ വന്നുകൊണ്ട്, അതുകൊണ്ടാണ് നദിയും ദേവതയാണ്, പർവ്വതവും ദേവതയാണ്, വൃക്ഷങ്ങളും ദേവതയാണ്. ഇതിലൊക്കെ ദേവതാ സങ്കല്പമുണ്ട്. കാരണം നമ്മുടെ ദേവസങ്കല്പം ചൈതന്യ അധിഷ്ഠിതമാണ്. ദേവത എന്ന് പറയുമ്പോൾ ചൈതന്യം എന്നാണ് അർത്ഥം. ആ ചൈതന്യം സർവ്വവ്യാപകമാണ്, എല്ലാത്തിലും ബ്രഹ്മചൈതന്യം ഒന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ അത് വേദാന്തമാകും. ഇപ്പം ഞാനിവിടെ വേദാന്തം പറയാനിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവതകളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വേദാന്തികൾ വിചാരിക്കും സ്വാമിജി എന്താണ് വേദാന്തം പറയാനിരുന്നിട്ട് ദേവതകളെക്കുറിച്ച് സംസാരിക്കണം. കാരണം ദേവത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അമ്പലങ്ങളുടെ സങ്കല്പമാണ്. ദേവത എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിൻ്റെ പ്രകടീഭാവം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പോൾ സർവ്വവ്യാപകമായ ചൈതന്യത്തെ നമുക്ക് കല്ലിലും കാണാൻ പറ്റും, മരത്തിലും കാണാൻ പറ്റും, ചെടിയിലും കാണാൻ പറ്റും, നദിയിലും കാണാൻ പറ്റും. അങ്ങനെ ഈ പരിതസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ, എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൽ ഏറ്റവും, അതായത് ലോകത്ത് തന്നെ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രമാണ് നമ്മുടെ പരിതസ്ഥിതിയെക്കുറിച്ചുള്ള ബോധം. അതുകൊണ്ടാണ് ഈ നദീ പർവ്വതാദികളെയൊക്കെ തന്നെ സംരക്ഷിക്കണമെന്നും, ഒരു മരം മുറിക്കുമ്പോൾ തന്നെ മരത്തിനെ തന്നെ പൂജിച്ച് അർപ്പിച്ച് സമർപ്പിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് മരം മുറിക്കേണ്ട വിധി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിലും അല്ലെങ്കിൽ സ്മൃതികളിലും നിയമങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ല. കാരണം നമ്മുടെ സ്കൂളിലും കോളേജിലും ഒന്നും ഇത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധം നമുക്കില്ല. അപ്പോൾ ഈ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ഒരു നിശ്ചിത വ്യക്തിയെ സംബന്ധിച്ചല്ല, അല്ലെങ്കിൽ നിശ്ചിത രൂപത്തെ സംബന്ധിച്ചല്ല, അത് ഏത് രൂപത്തിലുമാകാം. അപ്പോൾ ഈ 30 മുക്കോടി എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തിനൊരു കണക്ക് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം വന്നു കഴിയും. അപ്പോൾ ഈ ദേവന്മാരെ ഏത് ദേവതാഭാവത്തിലായിക്കോട്ടെ, നിങ്ങളുടെ കുലദേവതയുടെ ഭാവത്തിലാകാം, കുലദേവത കുലദേവി കുലദേവന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഭാവത്തിലാകാം. അതാണ് നമ്മുടെ ആദ്യത്തെ ദേവതാ സങ്കല്പം. പിന്നെയാണ് ഈ അമ്പലങ്ങളിലൊക്കെ ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ ഹനുമാനും ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളിൽ ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ഒക്കെ ദേവതാ സങ്കല്പങ്ങൾ വന്നത്. ഇവരൊക്കെ ഭഗവാന്മാരാണ്. ദേവന്മാരെന്ന് പറയുന്നത് ഈ 33 പറഞ്ഞ വേദത്തിൽ പറഞ്ഞ ദേവന്മാരാണ്. ആ 33 ദേവന്മാരിൽ ഏകാദശ രുദ്രൻ, 12 ആദിത്യൻ, 8 വസുക്കൾ, പ്രജാപതിയും ഇന്ദ്രനും. ഇത്രയാണ് 33-ൻ്റെ കണക്ക്. അതിൻ്റെ തന്നെ വിസ്താരമാണ് ഇതിൽ വരുന്നത്. അതിൽ 8 വസുക്കളിൽ വിഷ്ണു ഭഗവാൻ വന്നു, ഏകാദശ രുദ്രന്മാരിൽ ശിവനും ശിവൻ്റെ ഭാവങ്ങളും ഒക്കെ വന്നു. അങ്ങനെയാണ് അത് പോകുന്നത്. 12 ആദിത്യന്മാർ ഇതെല്ലാം അതിൽ വരുന്നത്. ഇങ്ങനെ ഇഷ്ടാവോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താൻ, അവരനുഗ്രഹിച്ച് തന്ന ഈ വായുവിനെയും ജലത്തെയും പൃഥ്വിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തെയൊക്കെ ഭക്ഷിച്ചിട്ട് അതിനെ സമർപ്പിക്കാതെ, ഒരു നന്ദി പോലും പറയാതെ, കൃതജ്ഞത പ്രകടിപ്പിക്കാതെ ഭക്ഷിക്കുകയാണെങ്കിൽ അത് സ്തേനമാണ്, സ്തൈന്യമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു മോഷണമാണ്, തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. യജ്ഞശിഷ്ടാശിനസ്സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ചതേ ത്വേഘം പാപ ഏപജന്ത്യാത്മകാരണാത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിസ്റ്റത്തിലൊരു പ്രാർത്ഥനയുണ്ട്. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം അത് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് കഴിക്കുക എന്നൊരു ഭാവനയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ ഭഗവാനിൽ സമർപ്പിക്കാൻ പറ്റുന്നത് അതൊക്കെയാണ് ഭക്ഷണങ്ങളായിട്ട് കഴിക്കേണ്ടത്. അത്രയാണ് ഈ സാത്വിക ഭക്ഷണത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ അതിനെയാണ് യജ്ഞശിഷ്ടാശിനഹ എന്ന് പറയുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ അർപ്പിച്ചതിന് ശേഷം കഴിക്കുക. അതിനെയാണ് യജ്ഞശിഷ്ടാസനം. നമ്മൾ ചുരുക്കം പറഞ്ഞാൽ പ്രസാദം എന്നർത്ഥം. നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന് നിവേദിച്ചതിന് പ്രസാദം എന്ന് പറയും. നമ്മൾ പഴമോ നൈവേദ്യമോ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ പൂജാരി ഉണ്ടാവും, പൂജാരിയുടെ അടുത്ത് കൊടുത്ത് ഇത് അമ്പലത്തിൽ നിവേദിച്ച് തരണമെന്ന് പറയും. അല്ലാതെ ഈ പ്രസാദം ഉണ്ടാക്കി ബാഗിൽ വെച്ച് കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അത് പ്രസാദമാവില്ല. അപ്പം ഭഗവാൻ ഭക്ഷിച്ചു എന്നൊരു ഉറപ്പ് വരുത്താനാണ് ഈ പൂജാരിയുടെ കയ്യിൽ കൊടുക്കുന്നത്. പൂജാരിയുടെ കയ്യിൽ കൊടുത്ത് പൂജാരി അമ്പലത്തിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം നിവേദിച്ച് തിരിച്ചു തന്നാൽ അത് ഭഗവാൻ ഭക്ഷിച്ചതായിട്ട് നാം കണക്കാക്കും. അതിന് പ്രസാദം എന്ന് പറയും. അതിനെയാണ് യജ്ഞശിഷ്ടാശനം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരാണ്
സർവകിൽബിഷൈഹി മുച്യന്തെ, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നത്. നേരത്തെ പറഞ്ഞതിനെ ഒന്ന് കഥാരൂപത്തിലാക്കി വിസ്തരിച്ചു എന്നുള്ളൂ. അങ്ങനെ സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ അതിലെ ദോഷം, കർമ്മബന്ധനമാകുന്ന ദോഷമില്ലാതാകും, അന്നദോഷമില്ലാതാകും, കർമ്മദോഷമില്ലാതാകും. ഇനി അങ്ങനെ ചെയ്യാതെയാണ് കഴിക്കുന്നെങ്കിലോ ആത്മകാരണാത്, തനിക്ക് വേണ്ടി ഭക്ഷണം സമ്പാദിക്കുക, തനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക, താൻ തന്നെ വിളമ്പുക, താൻ തന്നെ ഭക്ഷിക്കുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പാപമാണ്. ഭുഞ്ചതേതു അഘം പാപം, അത്യന്ത ഘോരമായ പാപമാണ്. അഘം എന്ന് പറഞ്ഞാൽ പാപം. പാപമാണ് ഭക്ഷിക്കുന്നത്. എങ്ങനെ? ഭഗവാൻ തന്നതിനെ സമർപ്പിക്കാതെ ഭക്ഷിക്കുക. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഭക്ഷിക്കണമെന്നാണ്. അതിൽ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിരിക്കും. പഞ്ചമഹായജ്ഞങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഗൃഹസ്ഥരെല്ലാവരും ചെയ്തിരിക്കേണ്ടതാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്താൽ വേറൊന്നും ചെയ്യേണ്ടി വരില്ല. ഒരു വഴിപാടും മറ്റൊന്നും ചെയ്യേണ്ട, ദിവസവും ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്താൽ. ഒന്നാമത്തെ യജ്ഞമാണ് ഋഷിയജ്ഞം എന്ന് പറയും, ബ്രഹ്മയജ്ഞം. ദിവസവും സ്വാധ്യായം ചെയ്യുക, സഹസ്രനാമം ചൊല്ലുക, നാമം ചൊല്ലുക, ഇതൊക്കെ തന്നെ സ്വാധ്യായമായിട്ട്. രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, ഇത് ഒരു യജ്ഞം, ഒന്നാമത്തെ യജ്ഞം. രണ്ടാമത്തെ യജ്ഞം ദേവയജ്ഞം. ഇപ്പോൾ പറഞ്ഞു തന്നെ, എന്ത് ഉണ്ടാക്കിയാലും എന്ത് നമുക്ക് കിട്ടിയാലും അതിനെ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് അതിനെ സ്വീകരിക്കുക. അപ്പോൾ ദേവന്മാർക്ക് സമർപ്പിക്കുക എന്നുള്ള അർത്ഥം, ഈശ്വരന് സമർപ്പിക്കുക. അതിന് ദേവയജ്ഞം എന്ന് പറയും. മൂന്നാമത്തേത് പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാപിതാമഹന്മാർ എല്ലാം കടന്നുപോയവരാണ്. ഇപ്പോൾ ആരും അവർ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ശരീരം ലഭിച്ചിട്ടുള്ളത്. ഈ ശരീരമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന കാര്യകലാപങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അവരെ ഒന്ന് ഓർത്ത്, ഈ ശരീരം നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഉണ്ടായത് എന്നതോർത്ത് അവരോടൊരു കൃതജ്ഞത പ്രകടിപ്പിക്കുക. അതിനെയാണ് പിതൃയജ്ഞം എന്ന് പറയുക. അതിന് നമ്മൾ തർപ്പണം ചെയ്യാറുണ്ട്, അതുപോലെ ശ്രാദ്ധം ചെയ്യാറുണ്ട്. പിന്നെ നിത്യതർപ്പണമുണ്ട്, നിത്യശ്രാദ്ധമുണ്ട്, മാസശ്രാദ്ധമുണ്ട്, വർഷശ്രാദ്ധമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒരു ഭാവത്തിൽ അപ്പോൾ ഋഷികളായി, ദേവന്മാരായി, പിതൃക്കളായി. പിന്നെ ഉള്ളതാണ് ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് മറ്റ് ജീവികൾക്ക് പകർന്നു കൊടുക്കുക. നമ്മുടെ ചുറ്റുമുള്ള കാക്കയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും ബാക്കി ഉറുമ്പിനും ഒക്കെ ആ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുക. അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? ഭക്ഷിച്ച് കഴിഞ്ഞ് ബാക്കി വേസ്റ്റായിട്ട്, എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വേസ്റ്റായിട്ട് വേണ്ടാന്നുള്ളൊരു ഭാവം വരുമല്ലോ, അല്ലെങ്കിൽ പഴയതായിട്ട് ശേഷം അതെടുത്ത് പുറത്തിടുകയല്ല ചെയ്തിട്ടുണ്ട്. അതിനെ യജ്ഞം എന്ന് പറയില്ല. ഭക്ഷിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം എല്ലാം തയ്യാറായി ഭക്ഷിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇലയിലോ മറ്റോ വളരെ ഭാവത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി അത് മറ്റു ജീവികൾക്ക് പകർന്നു കൊടുക്കുക. അതിനെയാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു സംഭവമാണ്. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടിനോടുള്ളൊരു ബന്ധം, പരസ്പര ബന്ധം. കാരണം ഈ ജീവികളൊക്കെ നമ്മളറിയാതെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കൊതുക് കടിക്കുമ്പോൾ രോഗം വരും, അതുകൊണ്ട് കൊതുകുകളെ ഓട്ടിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു സ്റ്റഡിയിൽ ഞാൻ വായിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ നോക്കാൻ ആരെങ്കിലും അത് നോക്കിയാൽ കിട്ടും. കൊതുക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നാണ്. കൊതുക് ഒരുപാട് രോഗങ്ങളെ പരത്തുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. കാരണം ഈ കൊതുകിൻ്റെ റോള് ഒരു വലിയ റോളാണ്. അത് കൊതുകില്ലെങ്കിൽ ശരിക്കും മനുഷ്യൻ ചത്തുപോകുന്നതാണ്. അത്രയും വലിയൊരു കാര്യം കൊതുകും ഈച്ചയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു സ്റ്റഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയാനേ പറ്റില്ല ഇതെങ്ങനെയാണ് ഇവർ നമ്മളെ സഹായിക്കുന്നതെന്ന്. അപ്പോൾ കൊതുകിൻ്റെ പണിയാണ്. കൊതുകിനെ അറിയില്ല ഇത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെ കൊതുകും ഈച്ചയും കൂടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചരാചരത്തിൽ നാല് ചുറ്റുമുള്ള ജീവികൾക്കൊക്കെ ഭൂതയജ്ഞം എന്ന ഭാവത്തിൽ നിത്യവും ചെയ്യുക. എത്ര നല്ല കാര്യം നോക്കാം. അവസാനത്തെയാണ് നൃയജ്ഞം, അല്ലെങ്കിൽ അതിഥി പൂജനം എന്നാണ് പറയാം. അതിഥി പൂജനം നമുക്കറിയാം, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പം നമ്മളുണ്ടാക്കിയ ഭക്ഷണം നാം മാത്രം കഴിക്കാതെ ഒരു അതിഥിക്ക് ദിവസവും കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ അതിഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അതിഥികളെ കിട്ടാത്തൊരു സ്ഥിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം,
എവിടെയെങ്കിലുമൊക്കെ അന്നദാനം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നവർ ഒക്കെ അന്നദാനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അന്നദാനം ചെയ്യുന്നവർ അവരുടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ദാനമായിട്ട് കൊടുക്കാം, അന്നമായിട്ട്. അത് അന്നമായിട്ട് തന്നെ കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഉചിതമായ രീതി. നമ്മൾ അരിയൊക്കെ വാങ്ങിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ. കാരണം ഇപ്പം നമുക്ക് അതിഥികളെ എന്നും കിട്ടിയെന്ന് വരില്ലല്ലോ, അല്ലെങ്കിൽ അതിഥികൾ വന്നാലും നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിഥികളെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെയ്യാം. ഇങ്ങനെ ഈ 5 യജ്ഞങ്ങൾ ദിവസവും ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പിന്നെ പരിഹാര കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. ഇത് തന്നെ ഒരു പൂർണ്ണ പരിഹാര കർമ്മമായി ഗൃഹസ്ഥർക്ക് വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഈ യജ്ഞശിഷ്ടാശനം അന്നത്തെ ശുദ്ധമാക്കുക, പാപത്തിൽ നിന്ന് മുക്തമാകുക എന്നൊക്കെ ഇവിടെ പറഞ്ഞ രഹസ്യം. ഇത് വളരെ വിസ്തരിച്ച് പറയേണ്ട വിഷയമാണ്. അതിൻ്റെ ആചാരങ്ങളൊക്കെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പറയണം. പക്ഷേ ഞാൻ സംക്ഷിപ്തമായിട്ടൊന്ന് പരിചയപ്പെടുന്നു, കാരണം നമ്മൾ വളരെ വൈകിയാണ് ഇന്ന് ക്ലാസ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ക്രമം ഇനി എങ്ങനെയാണ് ഇത് നമ്മളെ അടുത്ത് ഈ അന്നം എത്തുന്നത്, അന്നമായി ഭവിക്കുന്നത് എങ്ങനെയാണ്? നാം ചെയ്യുന്ന യജ്ഞവും അല്ലെങ്കിൽ ഈ സമർപ്പണവും അന്നവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇപ്പം നമുക്ക് കേരളത്തിൽ അറിയാം, കേരളത്തിൽ കൃഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു കാലത്ത് കൃഷി ഒരു വലിയ ഘടകമായിരുന്നു, അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് തന്നെ പറയാം. ഭാരതത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാനമായിരുന്നു കൃഷി. എല്ലാ രാഷ്ട്രീയക്കാരും വോട്ട് ചോദിക്കുമ്പോൾ അന്നത്തെ കാലത്ത് കൃഷി സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിച്ചിരുന്നത്. അങ്ങനെയൊക്കെ നമ്മളും കുട്ടിക്കാലത്തൊക്കെ കേട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൃഷിയിടങ്ങൾ തന്നെ ഇല്ല. ഇപ്പം കൃഷി സംരക്ഷിക്കാം അല്ലെങ്കിൽ കൃഷി വികസിപ്പിക്കാം എന്ന് പറഞ്ഞിപ്പോൾ ആരും വോട്ട് ചോദിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അധികം താമസിക്കാതെ ഈ കൃഷി മുഴുവൻ ഇല്ലാണ്ടായി പോകുന്ന. കൃഷി ഇല്ലാണ്ടായാലുള്ള സ്ഥിതി എന്തായിരിക്കും? നമ്മൾ അന്നത്തിന് വേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. നമുക്കെന്നും പാക്ക്ഡ് ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും. ഒറിജിനൽ ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു ദുരവസ്ഥ വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്നാലുള്ള കുഴപ്പം എന്താണ്? അങ്ങനെ വന്നാലുള്ള ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോൾ കൊറോണ പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പരിതസ്ഥിതി വന്നാൽ, നമുക്ക് പാക്ക്ഡ് ഫുഡ് കിട്ടാതെ വന്നാൽ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായിട്ടും അവർ സമരത്തിൽ പോയാൽ നമ്മൾ അന്നം മുട്ടി അന്നമില്ലാതെ ചാകുന്നൊരവസ്ഥ വരും. അപ്പം അതുകൊണ്ട് ഈ അന്നം എന്ന് പറയുന്നത് ഏത് രീതിയിലായാലും, എന്ത് വികസനം കൊണ്ടുവന്നാലും അന്നത്തിന് പ്രാമുഖ്യം കൊടുത്ത് വികസനം കൊണ്ടുവരുന്നതാണ് ബുദ്ധി. അല്ലാതെ നമ്മൾ പ്രബുദ്ധരായ കേരളീയരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രബോധത്തിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. ഡിഗ്രിയൊക്കെ നമ്മുടെ സേഫിൻ്റെ അകത്ത് മേശയ്ക്കകത്ത് ഇരിക്കുകയുള്ളൂ, സർട്ടിഫിക്കറ്റൊക്കെ. അതൊന്നും കൊണ്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് പരമാവധി കൃഷിസ്ഥലം വികസിപ്പിക്കുക. ഉള്ള കൃഷിസ്ഥലത്ത് കെട്ടിടം കെട്ടി കൃഷിസ്ഥലം ഇല്ലാതാക്കാതിരിക്കുക. ഉള്ള കെട്ടിടമൊക്കെ മതി. കാരണം വലിയ വലിയ വീടുകൾ വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഫാഷനാണ്. കുറച്ച് പൈസ ഉണ്ടെങ്കിലും കുറച്ച് പൈസയുടെ ലോൺ എടുത്തിട്ട് ഒരു വലിയ വീടങ്ങ് വയ്ക്കും. വീട് വെച്ചിട്ട് അവിടെ 2-3 ആൾക്കാർ താമസിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ വീട് വലുതായിരിക്കും. ആളെ പരിചയപ്പെടുന്നത് വീടിൻ്റെ സൈസ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ടാണ്. ചെയ്യുന്നത് എങ്ങനെയാണ്? നേരെ കൃഷിസ്ഥലം ആയിരുന്നതിനെ മുഴുവൻ നികത്തി അവിടെ വീട് വയ്ക്കുകയാണ്. മഹാബദ്ധമാണ് ചെയ്യുന്നത്. ഇതൊരു നല്ല എഡ്യൂക്കേഷൻ അല്ല. കാരണം അന്നം ഇല്ലാതൊരു ഒരു സമൂഹം എന്ന് പറയുന്നത് ആൾവേസ് ഡിപ്പെൻഡഡ് ആണ്. എപ്പോഴും നമ്മൾ പരാശ്രിതമായിരിക്കും. ആ പരാശ്രിതമായിരിക്കുന്നൊരവസ്ഥയിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമുക്ക് പരിഹരിക്കാനേ പറ്റില്ല. കാരണം അന്നത്തിന് പരാശ്രിതമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക? അപ്പം അതുകൊണ്ട് ഈ അന്നം ഉണ്ടാകുന്ന വഴിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. ഇതൊരു ക്രമം പറഞ്ഞു. ഇത് നമുക്ക് അറിയാവുന്ന ക്രമമാണ് സാമാന്യമായി പറയുന്നത്. അന്നാദ് ഭവന്തി ഭൂതാനി. ഈ ചരാചരങ്ങളൊക്കെ, വിശേഷിച്ച് ജീവജാലങ്ങൾ അന്നത്തിലാണ് നിലകൊള്ളുന്നത്, അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തെ അന്നമയ കോശം എന്നാ പറയാം. അന്നത്തിൽ നിന്നുണ്ടാകുന്നു, അന്നത്തിൽ നിലകൊള്ളുന്നു, അന്നത്തിൽ തന്നെ അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ തിരിച്ചു പോകുന്നു. അന്നമുണ്ടാകുന്നതോ പർജന്യാദ് അന്നസംഭവ. അത് നമുക്കറിയാം. മഴ പെയ്തിട്ടാണ് അന്നമുണ്ടാകുക. മഴ പെയ്താൽ മാത്രമേ വെള്ളമുള്ളൂ, വെള്ളം ഉണ്ടായെങ്കിൽ മാത്രമേ അന്നം ഉണ്ടാവുള്ളൂ. ഇനി
പർജന്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മേഘം ഉണ്ടാകുന്നത് എന്നാണ്. യജ്ഞാത് ഭവതി പർജന്യോ. ഈ മേഘം ഉണ്ടാകുന്ന വഴി എന്താണെന്ന് നമുക്കറിയില്ല. മേഘം കാർമേഘമായി മഴയായിട്ട് പെയ്ത് താഴെ ഭൂമിയിൽ പതിക്കുമ്പോൾ നമ്മുടെ കൃഷിസ്ഥലത്ത് പതിച്ചാൽ ആ വെള്ളം കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് അന്നം ഉണ്ടാക്കാനുള്ള ചെറിയ വിദ്യകളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ മേഘത്തെ ഉണ്ടാക്കാനുള്ള വിദ്യ നമുക്കറിയില്ല. അത് അലൗകികമാണ്, ദിവ്യമാണ്, പ്രകൃതിദത്തമാണ്. പ്രകൃതിയുടെ ഒരു സർക്കിളാണ്, ഒരു ചക്രമാണ് അത്. യജ്ഞാത് ഭവതി പർജന്യോ. നമ്മുടെ ഈ സമർപ്പണം കൊണ്ടാണ് ഈ പർജന്യം ഉണ്ടാകുന്നത്, മേഘം ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സൂര്യതാപം കൊണ്ട് സമുദ്രജലം ചൂടായി അതിങ്ങനെ ബാഷ്പമായി മുകളിലേക്ക് പോയി മേഘമായി വർഷിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് അതിൻ്റെ സത്യം, അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിനെ സഹായിക്കുന്നത് നമ്മുടെ ഈ സമർപ്പണമാണ്. അതായത് അതിന് നമ്മൾ അംഗീകരിക്കുകയാണ്, ആ സിസ്റ്റത്തെ, ആ സർക്കിളിനെ അതിൻ്റെ ഒരു ഭാഗമാകുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമർപ്പണം, കാരണം സൂര്യൻ എന്ന് പറയുന്നത് ദേവതയാണ്. സൂര്യൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദിക ഹിന്ദു ധർമ്മത്തിലെ വൈദിക വിധി അനുസരിച്ച് ആദ്യം നമസ്കരിക്കുന്ന ദേവതയാണ് സൂര്യഭഗവാൻ. ഗായത്രി മന്ത്രത്തിലെ ദേവത സൂര്യഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൂര്യഭഗവാൻ ഇതൊക്കെ സമർപ്പിച്ച്, സൂര്യഭഗവാൻ എപ്പോഴും നമുക്കിങ്ങനെ പർജന്യത്തെ, മേഘത്തെ ഉണ്ടാക്കി വർഷം ചെയ്തുകൊണ്ടേയിരിക്കട്ടെ എന്ന് സമർപ്പിക്കുന്നു. അതുകൊണ്ട് യജ്ഞഃ കർമ്മ സമുദ്ഭവ. ഈ ഒരു ക്രമത്തിൽ നോക്കിയാൽ യജ്ഞത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്ന് വരുന്നു ഇവിടം വരെ. ആ യജ്ഞം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ കർമ്മം എങ്ങനെയാണ്? കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇങ്ങനെ ആ ചക്രത്തെ മുഴുവനാക്കി. അപ്പോൾ ഈ കർമ്മം എന്ന് പറയുന്നത് വേദത്തിലെ ഈ പറഞ്ഞ സമർപ്പണമാകുന്ന കർമ്മം. ഏത് കർമ്മത്തെ കർമ്മയോഗമായിട്ട് ചെയ്യാൻ നേരത്തെ ഭഗവാൻ പറഞ്ഞുവോ? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന എന്ന് നേരത്തെ പറഞ്ഞുവോ? അതിനെ തന്നെ ഇവിടെ കർമ്മമായിട്ട് പറയുന്നു. ആ കർമ്മം എവിടെ നിന്നാണ്? ആ കർമ്മത്തെ നമ്മൾ അറിയുന്നത്. കർമ്മത്തിൻ്റെ സ്രോതസ് ഏതാണ്? അത് ബ്രഹ്മമാണ്. ഇവിടെ ബ്രഹ്മശബ്ദത്തിന് അർത്ഥം വേദമെന്നാണ്. ബ്രഹ്മശബ്ദത്തിന് പല സ്ഥലത്തും പല അർത്ഥങ്ങളുണ്ട്. ഗീതയിൽ തന്നെ ബ്രഹ്മശബ്ദത്തിന് പരമാത്മാവെന്നും പ്രകൃതിയെന്നും മായയെന്നും അവ്യക്തമെന്നും ഇതിവിടെ വേദമെന്നും അർത്ഥമുണ്ട്. ബ്രഹ്മത്തിൽ നിന്ന്, വേദത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. വേദമാണ് പറയുന്നത് ഇന്ന കർമ്മം ചെയ്താൽ അതിൽ നിന്ന് ഇന്ന ഫലമുണ്ടാകും. അപ്പോൾ പർജന്യ സൂക്തം എന്നൊരു സൂക്തമുണ്ട്. ആ സൂക്തം പറഞ്ഞ് ആ സൂക്തം ചൊല്ലി യാഗം ചെയ്താൽ, കാരീരി എന്ന് പറയുന്നൊരു യാഗമുണ്ട്. ആ കാരീരി യാഗം ചെയ്താൽ മഴയില്ലാത്ത സമയത്ത് മഴ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പലപ്പോഴും ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം വച്ചിട്ടാണ് ഇതിൻ്റെ സ്രോതസ് വേദമാണ് എന്ന് പറയുന്നത്. ആ കർമ്മം മുഴുവൻ നമുക്ക് മനസ്സിലാകുന്നത് വേദത്തിൽ നിന്നാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ഇനി ആ വേദം എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ബ്രഹ്മ അക്ഷര സമുദ്ഭവം. വേദമുണ്ടായിരിക്കുന്നത് ആത്മാവിൽ നിന്നാണ്. വേദമുണ്ടായിരിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ്. യസ്യ നിശ്വസിതമേതദൃഗ്വേദോ യജുർവേദഃ യസ്യ മഹതോ ഭൂതസ്യ നിശ്വസിതമേതത് എന്ന് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്മാവിൻ്റെ, പരമാത്മാവിൻ്റെ. അപ്പോൾ നോക്കൂ, അന്നത്തിൽ തുടങ്ങി അതെവിടെ കൊണ്ട് എത്തിച്ചു? പരമാത്മാവിൽ എത്തിച്ചു. അപ്പോൾ പരമാത്മാവ് എന്ന് പറയുന്ന സച്ചിദാനന്ദ സ്വരൂപം, ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരമാത്മാവിൽ നിന്ന് ജ്ഞാനരൂപത്തിലുള്ള വേദം പ്രകടമായി ആ വേദത്തിൽ നിന്ന് അറിവ് സമ്പാദിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് ദേവന്മാരെ തൃപ്തരാകുന്നു, സൂര്യാദി ദേവന്മാർ തൃപ്തരാകുന്നു. അങ്ങനെ തൃപ്തരായി അവർ നമുക്ക് ഫലം തരുന്നു. ഇത് പ്രകൃതിയുടെ ഒരു ചാക്രികമായിട്ടുള്ള പ്രവൃത്തിയാണ്, നിലനിൽപ്പാണ്. ആ പ്രവൃത്തിയെ ആധ്യാത്മികമായിട്ട് പറഞ്ഞു. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ അന്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും, കാരണം എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. പക്ഷേ ഈ മഴ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അവിടെയാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ സവിശേഷത. നമുക്ക് കിട്ടുന്ന ഓരോ ഫലവും ആ ഫലത്തിന് പിന്നിൽ പരമാത്മാവിൻ്റെ സത്തയുണ്ട്. ആ സത്തയുടെ, സച്ചിദാനന്ദ സത്തയുടെ ഫലം കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അസ്തിത്വം കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത് എന്ന ഭാവം നമുക്ക് വരുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ വിചാരത്തിലും നാം പരമാത്മ ചിന്തയിലേക്ക് പോകും. ഇനി മഴ പെയ്യുമ്പോഴൊക്കെ നമുക്കിത് ചിന്തിക്കാം. ഈ മഴ വരുന്നത് എവിടുന്ന്? മഴ എങ്ങനെ വരുന്നു? നമ്മളുണ്ടാക്കുന്നതല്ലല്ലോ, ഇത് എവിടുന്നാണ് വരുന്നത്?
എന്ന് നോക്കുമ്പോൾ ഈ ക്രമത്തിലേക്ക് പോകും. ആ മഴ തന്നെയാണ് അന്നം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അന്നം നമ്മുടെ പ്ലേറ്റിൽ വന്നാൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ അന്നം ആത്മാവ്, പരമാത്മാവ് തന്നെ, ഈശ്വരൻ തന്നെ നമുക്ക് അനുഗ്രഹിച്ച് തന്നാണ്, അല്ലാതെ നമ്മുടെ പൈസ കൊണ്ടുണ്ടായതൊന്നുമല്ല. പൈസ കൊണ്ടുണ്ടാകുന്ന വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് ഈ പൈസയുടെ ചിലവ്. അതാണ് കൃഷി സ്ഥലത്തു നിന്ന് വ്യവസായികൾ അതെടുത്ത് കടയിൽ കൊണ്ടുവന്ന് വെക്കുന്നു, ആ കടയിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇതെല്ലാ പ്രവൃത്തികളും അവർ ചെയ്തതിന് അവർക്കൊരു കൂലി കൊടുക്കുന്നു. ഇതാണ് അല്ലാതെ അന്നം ഉണ്ടാക്കാൻ ആർക്കും കഴിയുന്നില്ല. അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് അവർക്ക് കഴിയുന്നത്. ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നാൽ അവിടെ നമുക്ക് ഭക്തിഭാവമായി, അന്നസംബന്ധമായിട്ട് ഭക്തിഭാവം സമർപ്പണം വന്നാൽ ബാക്കി സമർപ്പണമൊക്കെ സ്വതവേ ഉണ്ടാകുന്നതാണ്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അങ്ങനെ ഈ സർവവ്യാപിയായിട്ടുള്ള ആ അക്ഷരബ്രഹ്മം, എല്ലാത്തിലും വ്യാപകമായിരിക്കുന്ന ആ പരമാത്മാവ് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. ഇങ്ങനെയാണ് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സമർപ്പണത്തിൽ, നമ്മുടെ ഈ ഭാവത്തിലാണ് ഇതെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞാൽ ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസജീവതി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് നാളെ ചിന്തിക്കാം, കാരണം സമയം അധികമായി. അപ്പോൾ ഈ ഒരു ചാക്രികമായ ജീവിതം അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം, ഈ നിയമത്തെ നമ്മൾ സയൻസിലും മറ്റുമൊക്കെ പഠിക്കുന്ന, ഫിസിക്സിലും സയൻസിലും ഒക്കെ പഠിക്കുന്ന അതേ വിഷയത്തെ ആധ്യാത്മികതയുടെ തലത്തിൽ നമ്മുടെ തന്നെ ആത്മാവിനോട് യോജിപ്പിച്ച്, സർവ്വവ്യാപകമായ ആ ബ്രഹ്മത്തിലേക്ക് യോജിപ്പിച്ച് ഇവിടെ ആ സമർപ്പണ ഭാവത്തെ പറയുന്നു. ഇതിൽ എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ബുദ്ധി എത്താത്തൊരു തലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്, ആ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ഇല്ലാതാകുന്നില്ല, ആ സ്പന്ദനം ഇല്ലാതാകുന്നില്ല. ഇപ്പം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സ്പന്ദനം തന്നെ നമുക്കറിയില്ല. നമ്മുടെ ഓരോ കോശത്തിലും നടക്കുന്ന ആ തീവ്രമായ സ്പന്ദനം, ആക്റ്റീവായിട്ടുള്ള ആ സ്പന്ദനം, ഓരോ സെല്ലും നടക്കുന്ന സ്പന്ദനം, അത് നമുക്കറിയില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിലും ഇങ്ങനെ ഒരു ചൈതന്യ സ്പന്ദനമുണ്ട്. അതിൻ്റെ തന്നെ ഫലമായിട്ടാണ് ഇതെല്ലാം നമുക്ക് സിദ്ധിച്ചു കിട്ടുന്നത് എന്ന ഭാവത്തിൽ സ്വതവേ നമുക്ക് ഈശ്വര സമർപ്പണം ചെയ്യാൻ കഴിയും എന്നാണ് ഈ അധ്യായത്തിലെ ഈ വരികളിലൂടെ ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നത്. തുടർന്ന് നാളെ നമുക്ക് വീണ്ടും കേൾക്കാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.